നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂര്. നമ്മൾ തേനീച്ച വളർത്തുന്ന ആളെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണ രീതിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, തേനീച്ച വളർത്തൽ വർഷങ്ങളോളം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു 5 മുതൽ 10 വരെ പെട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് മുന്നോട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഈ തേനീച്ച പെട്ടിയിൽ വളർത്തുന്ന സമയത്ത് പലപ്പോഴും ഈച്ച കൂട് ഉപേക്ഷിച്ച് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പെരുന്തേനീച്ച വന്ന് ആക്രമിച്ച് നമ്മുടെ കൂട് നശിപ്പിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും. അതുപോലെ മഴക്കാലത്തൊക്കെ ഈ തീറ്റ കുറവുള്ള സമയങ്ങളിലൊക്കെ കൂട് ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു 5 മുതൽ 10 പെട്ടിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ തേനീച്ചപ്പെട്ടി വാങ്ങിക്കേണ്ട, തേനീച്ചകളെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സാഹചര്യം അനുവദിക്കണം എന്നില്ല. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരാൾക്ക് തൊട്ടടുത്ത് നല്ല വലിയ കർഷകരുണ്ട്, അവർ കൊടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ച് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് തൊട്ടടുത്തുനിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇല്ലെങ്കിൽ, നമ്മൾ ദൂരെ നിന്നൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഒരാൾ പോയി 2 പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ വളരെയധികം ചിലവുള്ള കാര്യങ്ങളാണ്. തേനീച്ചപ്പെട്ടി നമ്മൾ വാങ്ങുന്നത് സാധാരണ രീതിയിൽ കൊണ്ടുവരുന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ്. സന്ധ്യയ്ക്ക് ശേഷമാണ് അത് അവരെടുത്ത് അവിടെ നിന്ന് തരിക. കാരണം ഈ തേനീച്ചകൾ മുഴുവൻ കൂട്ടി കയറിയതിന് ശേഷമാണ് ആ ഒരു പെട്ടി നമുക്ക് ഈച്ചയോട് കൂടി നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു പെട്ടി രാത്രി തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ രാത്രി സ്റ്റാൻഡിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു 1-2 പെട്ടിയൊക്കെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അല്ലേ? തീർച്ചയായിട്ടും രാത്രി കൊണ്ടുവരണം, അത് കൊണ്ടുവന്ന് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മൾ പെട്ടെന്ന് പോയി ഒരു ബൈക്കിലൊക്കെ എടുത്തുകൊണ്ടുവരാൻ പാകത്തിനുള്ള സിറ്റുവേഷൻ അല്ല. അത് കൃത്യമായിട്ട് ഉറപ്പിച്ച് വച്ച് അധികം കുലുങ്ങാതെ, ഇപ്പോൾ ഒരുപാട് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വഴികളൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് നമ്മളത് നമ്മുടെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ അടയൊക്കെ പൊട്ടി പോകാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു 5 മുതൽ 10 പെട്ടി വരെയൊക്കെ വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ, നമുക്ക് ഈ എണ്ണം കൂട്ടാനൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് 1 പെട്ടി 2 പെട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു പെട്ടി നിറഞ്ഞ് നല്ല നന്നായിട്ട് തീറ്റയൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തീറ്റയൊക്കെ എടുത്തു തുടങ്ങി നല്ല ഗ്രോത്തൊക്കെ വളർച്ചയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഡിവിഷനിലേക്കൊക്കെ കിടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു പെട്ടി ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പെട്ടിയിൽ റാണി ഉണ്ടാവും, ഒരു പെട്ടിയിൽ റാണി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. റാണി ഇല്ലാത്ത ബോക്സിൽ ക്യൂൻസെല്ല് ഫോം ചെയ്ത് അത് പിന്നീട് റാണി വിരിഞ്ഞ് കഴിഞ്ഞിട്ട് അത് മുട്ടയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആ പെട്ടിയിൽ ഉള്ള അതിനകത്തുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ ലാർവ ഇതൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു കൂടിനോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മൾ ഒരുപാട് ഇളക്കമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ കൂട് ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു സ്ട്രെങ്ത് ഉള്ള നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂടല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ അടയൊക്കെ ആണെങ്കിൽ ഇവർ കൂട് ഉപേക്ഷിച്ച് പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വേറെ ബോക്സിൽ നിന്ന് നല്ല മുട്ടയും അതുപോലെ ലാർവയൊക്കെ ഉള്ള അടകളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബോക്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് എല്ലാ ബോക്സും ഒരുപോലെ സ്ട്രെങ്ത് ഉള്ള കോളനിയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ചില ബോക്സുകൾ സ്ട്രെങ്ത് കുറവുള്ള കോളനികളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ബോക്സിൽ നിന്ന് നമുക്ക് ഒരു അട ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കാനൊന്നും സാധിക്കാറില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഒരു 4-5 പെട്ടിയൊക്കെ എങ്കിലും മിനിമം വളർത്തുന്ന ആളുകൾക്ക് വേണം എന്നുള്ളതാണ്. നമുക്ക് ഡിവിഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. നമുക്കൊരു കോളനി ഡിവിഷൻ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ആവറേജ് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പെട്ടിയിൽ, അടിപ്പെട്ടിയിൽ, അതായത് ബ്രൂഡ് ചേമ്പർ എന്ന് പറയും, നമ്മൾ ഈ തേനീച്ചകൾ വളരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബ്രൂഡ് ചേമ്പറാണ്. ആ ഒരു ചേമ്പറിലാണ് മുട്ടയിടുന്നതും പുതിയ പുതിയ ഈച്ചകൾ ഉണ്ടാവുന്നതുമൊക്കെ, ലാർവയാവുന്നതും സമാധിയാവുന്നതും അതിനകത്തുനിന്നും പുതിയ ഈച്ചകൾ വിരിഞ്ഞു വരുന്നതുമൊക്കെ. ആ ഒരു ബ്രോഡ് ചേമ്പറിൽ 6 ഫ്രെയിമാണ് സാധാരണ രീതിയിൽ ആവറേജ് ഉള്ള പെട്ടികളിലൊക്കെ സാധാരണ കാണാറ്. അപ്പോൾ ആ 6 അടകളും നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ്, 6 അടകളും നിറഞ്ഞു കഴിഞ്ഞ് അടപ്പിലൊക്കെ ഈച്ച പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ 3 പാളി, നമ്മൾ ഒന്നിടവിട്ടുള്ള 3 പാളികളാണ് നമ്മൾ മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുന്ന സമയത്ത് ഏത് ബോക്സിലാണോ റാണി ഉള്ളത്, ആ ഒരു റാണിയുള്ള ബോക്സ് 1/2 കിലോമീറ്റർ മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്.
അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഡിവിഷൻ ചെയ്ത് കാണിച്ചു തരാം. അതിനെ തുടർന്ന് അതെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കൂടുതൽ വിശദീകരിച്ച് പറയാം. അതുപോലെ നമ്മൾ ഈ രാത്രി കൊണ്ടുവരുന്ന പെട്ടി വയ്ക്കുവാനുള്ള സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ട് വേണം നമ്മൾ ആ ബോക്സ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ട്. സ്റ്റാൻഡ് കറക്റ്റായിട്ട് വെച്ചിട്ട് ശേഷം വേണം പോകാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്നൊരു ബോക്സ് ഈച്ചയോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളൊരു സ്റ്റാൻഡിൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് പെട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡിൽ കൃത്യമായിട്ട് ഉറപ്പിക്കേണ്ട സ്റ്റാൻഡ് ഏതാണോ ആ ഒരു സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് അങ്ങോട്ടും മാറ്റിക്കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഈച്ച പഴയ ആ ഒരു സ്ഥലത്തേക്കാണ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളൊരു പെട്ടി ഈച്ചയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മാറ്റിക്കൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്കായിരിക്കും ആ ഈച്ച തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചകൾ ആ പെട്ടിയിലേക്ക് ചെല്ലില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പഴയ സ്ഥാനത്തേക്കായിരിക്കും തിരിച്ചു വരിക. ഒരു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്ഥാനം അവർക്ക് കറക്റ്റായിട്ട് അറിയാം, ആ ഒരു സ്ഥലത്തേക്കായിരിക്കും വരിക. പെട്ടെന്ന് നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്ഥാനത്തേക്ക് പോകാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1/2 കിലോമീറ്റർ മാറ്റി വേറെ സ്ഥലത്തേക്ക് രാത്രി ഈ പെട്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഈച്ചകൾ കംപ്ലീറ്റ് ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്റ്റാൻഡൊക്കെ നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഉറപ്പിച്ചതിനൊക്കെ ശേഷം വേണം നമ്മൾ പെട്ടി കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അത് ആ രാത്രി കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഒരു സ്റ്റാൻഡിലേക്ക് ആ ഒരു പെട്ടി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇപ്പോൾ ഈച്ച പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ പെട്ടി എവിടെ ഇരിക്കുന്നോ അവിടെയാണ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ആ പെട്ടി രാവിലെ നേരം വെളുത്തിലേക്ക് എടുത്ത് വയ്ക്കുന്ന സമയത്ത് ആദ്യം പുറത്തേക്ക് പോയ ഈച്ചകൾ തിരിച്ച് കൂട്ടിലേക്ക് വരില്ല എന്നുള്ളതാണ്. ആ ഈച്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ അത് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ.